അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറെ പ്രാധാന്യമേറിയ നിശ്ചിത സമയമുണ്ട്. ഈ സമയത്തിൽ നിഷിദ്ധമല്ലാത്ത ഏതൊരു ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥന നിർവഹിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമാകുന്നു. വെള്ളിയാഴ്ചയുടേത് ഏത് സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിട്ടപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ വെള്ളിയാഴ്ച പകലുടെ നീളം പ്രാർത്ഥനകളും പുണ്യകർമ്മങ്ങളും വഴി നൈരന്ധ്യം പുലർത്താൻ സത്യവിശ്വാസിക്ക് അനിവാര്യമാണ്. ഇമാം മിമ്പറിൽ കയറി നിസ്കാരം കഴിയുന്നതുവരെയാണെന്നും നിസ്കാരം തുടങ്ങിയത് മുതൽ വിരമിക്കുന്നതുവരെയാണെന്നും രണ്ട് ഖുതുബകൾക്കിടയിലെ ഇരുത്തത്തിലുമുള്ള നിശ്ചിത സമയമാണെന്നും വിവിധ അഭിപ്രായങ്ങൾ ഇമാമുകൾക്കിടയിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജുമുഅ ദിവസത്തിൽ ഉത്തമമായ ഒരു സമയമുണ്ട്. പ്രസ്തുത സമയത്ത് നന്മ കൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് അത് നൽകും. അബൂ യഹ്ല എന്ന ഗ്രന്ഥത്തിൽ കാണാം. പ്രസ്തുത സമയ അസ്റിന് പിറകെയാണെന്നും വെള്ളിയാഴ്ച പകലിൻ്റെ സമയത്താണെന്നും പണ്ഡിതന്മാരിൽ ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കശ്ഫുൽ ഗുമ്മ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതുകൊണ്ട് ഏത് സമയമാണെന്ന് നമ്മൾക്ക് കൃത്യമായി നമ്മൾക്ക് വിവരിച്ചിട്ടില്ല. അത് അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ഓരോ സമയവും വിലപ്പെട്ടതാണെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ മുഴങ്ങുക. ഒരുപാട് ദിക്റുകൾ സലാത്ത് കൊണ്ടും നമ്മൾ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയം വിലപ്പെട്ട സമയമാണ്, നല്ലൊരു ദിവസമാണ്. അന്ന് നമ്മൾ ജോലിയെല്ലാം കഴിയുമെങ്കിൽ അന്നത്തെ ഒരു ദിവസം ജോലി ക്യാൻസൽ ചെയ്ത് നമ്മൾ ജുമുഅക്ക് എത്ര രാവിലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് പോയി ഇത്തികാഫിൻ്റെ നിയത്തും വെച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടും. നമ്മൾ എപ്പോഴാണ് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോവുക എന്ന് നമ്മൾക്കറിയില്ല. അപ്പോൾ ആഖിറത്തിലേക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുക. അതിനു വേണ്ടിയാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. അള്ളാഹു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.